ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ആക്സിഡന്റൽ അസാസിന്റെ 4th ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് കാണുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ വരുന്നത്. ഇന്ന് നമ്മൾ ആക്സിഡന്റൽ അസാസിന്റെ ചാപ്റ്റർ 4 ആണ് നോക്കാൻ പോകുന്നത്. ഇതിന്റെ മുമ്പത്തെ ചാപ്റ്റേഴ്സ് കാണാത്തവര് എന്റെ ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ പോയിട്ട് കാണാം. ലാസ്റ്റ് ചാപ്റ്ററിന്റെ അവസാനം ക്ലെയർ ബോണിക്ക് അവളുടെ കോൺടാക്ട് കാർഡ് കൊടുക്കുന്നുണ്ട്. നിനക്ക് എങ്ങാനും അസാസിനായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ദിവസത്തിന്റെ ഉള്ളിൽ എന്നെ കോൺടാക്ട് ചെയ്യാന്നും പറയുന്നുണ്ട്. 24 മണിക്കൂറിന്റെ ഉള്ളിൽ ആൻസർ കൊടുക്കാനോ? എന്ത് ആൻസറാ ഞാൻ കൊടുക്കേണ്ടത്? ഇതൊക്കെ എനിക്ക് പറ്റിയ പണിയാണോ? ചെറുപ്പത്തിൽ അച്ഛൻ കുറെ വിദ്യകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു അസാസിൻ ആവാൻ അതൊക്കെ മതിയോ? തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ നമ്മളുടെ ബോണിയുടെ മനസ്സിലൂടെ ഇങ്ങനെ ഒരു 100,000 ചിന്തകൾ കടന്നു പോവുകയാണ്. ഇതൊന്നും എനിക്ക് പറഞ്ഞ പണിയല്ല, ഇതൊന്നും ആലോചിക്കന്നെ ചെയ്യേണ്ട ബോണി അവളോട് തന്നെ പറഞ്ഞു. അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇതിനെ പറ്റിയിട്ട് അവളെ മനസ്സ് ചിന്തിച്ചു കൊണ്ടേയിരുന്നു. ഓരോ മൊമെന്റിലും ഇനി എന്താ ചെയ്യാന്നായിരുന്നു അവളുടെ ചിന്തയിൽ. എന്തൊരു ടയറിങ് ദിവസം, എന്തൊക്കെയാ ഇന്നൊരു ദിവസം കൊണ്ട് ഇവിടെ ഉണ്ടായത്. വീട്ടിലെത്തിയപ്പോഴാണ് ബോണിക്കൊന്ന് ശ്വാസം നേരെ പോയത്. പക്ഷെ വീട്ടിലെത്തിയപ്പോഴാണ് ബോണി ആ സംഭവം ശ്രദ്ധിച്ചത്. അവൾ സാധാരണ വെച്ച് പോകുന്ന പോലെ എല്ലാ ഡോറിന്റെ ലോക്ക് അവിടെ കിടക്കുന്നുണ്ടായിരുന്നത്. ഒറ്റക്ക് ജീവിക്കുന്നോണ്ടാണോ അതോ അച്ഛൻ ഒരാളെയും വിശ്വസിക്കരുത് എന്ന് ചെറുപ്പം മുതലേ പഠിപ്പിച്ചുകൊണ്ടാണോ എന്നറിയില്ല. ഡോറിന്റെ ഹാൻഡിൽ എപ്പോഴും 45 ഡിഗ്രി തിരിച്ചു വെച്ചിട്ടേ അവള് പോവാറുള്ളൂ. പക്ഷെ ഇന്നതാ അത് നേരെ നിൽക്കുന്നു. ആരോ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇത്രയായിട്ടും കഴിഞ്ഞില്ലേ? ഇനി എന്റെ വീട്ടിലും വന്ന ആളുകൾ തുടങ്ങിയോ? എന്തായാലും ഷൂറാക്കിന്റെ അപ്പുറത്തായിട്ട് അവളൊരു കത്തി ഒളിപ്പിച്ചു വെച്ചിരുന്നു. എന്തായാലും അതെടുത്തിട്ടാണ് അവള് വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുന്നത്. നമ്മളെ ക്ലെയർ പറഞ്ഞ മാതിരി ഒരു അസാസിനാവാനുള്ള എല്ലാ കഴിവുകളും അവൾ എടുത്തിട്ടുണ്ട്. റൂമിൽ കയറിയിട്ട് എല്ലാ മുക്കും മൂലയും അവൾ അടിച്ചു പെറുക്കുന്നുണ്ട്, എവിടെയാണ് ആള് വിളിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പെട്ടെന്നാണ് അവൾക്ക് ബാക്കിന്ന് ആരോ പ്രസൻസ് മനസ്സിലാവുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, തിരിഞ്ഞ് ആഞ്ഞു വീശി. പക്ഷെ അവൾക്ക് കുത്താൻ കഴിയുന്നതിന്റെ മുമ്പ് തന്നെ അയാൾ അവളുടെ കൈ പിടിച്ചു വെക്കുന്നുണ്ട്. കൈ പിടിച്ചിട്ട് ആ കത്തി അവിടെ താഴെ വീണ് പോകുന്നുണ്ട്. നീയോ? ഇപ്പോഴാണ് ബോണി ശരിക്കും ആളെ കാണുന്നത്. അത് വേറെ ആരും അല്ലായിരുന്നു, നമ്മളുടെ സ്വന്തം റോൺ തന്നെയായിരുന്നു. തനിക്ക് എന്താ വേണ്ടത്? ഇതും പറഞ്ഞ് അവൾ ഒരു ഇടി കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ റോൺ ഒരു ട്രെയിൻഡ് അസാസിൻ അല്ലേ? അവനൊന്ന് ബാക്കോട്ട് നീങ്ങി അവള് ടപ്പേന്ന് താഴ്ത്തിക്കും. ആ ഒരു വീഴ്ചയിൽ റോൺ അവൾ അവിടെ ലോക്കാക്കി. പിന്നെ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്റ്റോപ്പ് ഫൈറ്റിംഗ്. ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ വന്നൊന്നുമല്ല, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഓക്കെ ഫൈൻ, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറ. നോക്ക്, എന്റെ കാല് അവിടെ തെന്നിപ്പോയോണ്ടാണ് നിനക്ക് എന്നെ പിടിക്കാൻ പറ്റുക, അല്ലാതെ എനിക്ക് സ്കില്ലില്ലാഞ്ഞിട്ടൊന്നല്ല കേട്ടോ. അവളുടെ ഈഗോ അവിടെ ഹേർട്ടായിരുന്നു. ഓക്കെ എന്തെങ്കിലും ആവട്ടെ. നോക്ക്, ഞാൻ വന്ന കാര്യം വളച്ചുകെട്ടില്ലാതെ പറയാം. ക്ലെയറിന്റെ ഇൻവിറ്റേഷൻ നീ അക്സെപ്റ്റ് ആക്കരുത്. അതെന്തായാലും നീ റിജക്ട് ചെയ്തേ പറ്റൂ. അതെന്താ ഞാൻ അക്സെപ്റ്റ് ചെയ്താല്? ബോണി തിരിച്ചു ചോദിച്ചു. ഇത് എങ്ങനത്തെ ഒരു വേൾഡ് ആണെന്ന് എനിക്കറിയില്ല. നിനക്ക് 1-2 ഡിഫൻസ് സ്കിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിനക്ക് വലിയ അസാസിനാവാനൊന്നും കഴിയില്ല. എങ്ങനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചാൽ മതി. നീ വലിയ ആളാവൊന്നും വേണ്ട. നിനക്ക് എന്നെ ശരിക്കും അറിയില്ല. എനിക്ക് എന്തൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്ന് നീയല്ല തീരുമാനിക്കണ്ടേ. അതെന്തേലും ആവട്ടെ, നോർമലി ക്ലെയറിന് ഒരാളെ ജഡ്ജ് ചെയ്തിട്ട് അയാൾക്ക് അസാസിനാവാൻ കഴിയോ എന്നുള്ള കഴിവൊക്കെ പറയാൻ നല്ലോണം ഉണ്ട്. പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്കത് കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. ഈ ഒരു ലൈഫ് നീ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിന്നെ ആരെങ്കിലും പിടിച്ചിട്ട് കൊല്ലും, അതെനിക്ക് ഉറപ്പാണ്. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, ക്ലെയറിന് അറിയോ നീ ഇവിടെ വന്ന കാര്യം? ക്ലെയർ തന്നെയാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. ഇതാ ഈ റിങ് നിനക്ക് തരാൻ വേണ്ടിയിട്ട്. ഒരു റിങ് പോക്കറ്റിൽ നിന്ന് എടുത്ത് കാണിച്ചിട്ട് അവൻ പറഞ്ഞു, ഫിയന്ന അസോസിയേഷനിലുള്ള എല്ലാവർക്കും ഉണ്ട് ഈ റിങ്. എന്തായാലും എന്നോട് ഇത് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ എങ്ങാനും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റിങ് നിന്റേതാണ്. തൽക്കാലം ഞാനിത് നിനക്ക് തരുന്നു. എന്തായാലും നിനക്ക് ഇതിന്റെ ആവശ്യമൊന്നും വരുന്നുണ്ടാവില്ല, കാരണം നീ ഇവിടെ ബിലോങ് ചെയ്യുന്നില്ല. 24 മണിക്കൂറിന്റെ ഉള്ളിൽ എന്തായാലും നീ അത് തീരുമാനിച്ചിട്ട് ഞാൻ വരുന്നില്ല എന്ന് അവളുടെ അടുത്ത് പറഞ്ഞേക്ക്. എന്തായാലും നീ ഈ വക കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ നിൽക്കണ്ട. ഇതും പറഞ്ഞ് ആ മോതിരം അവൾ അങ്ങ് തട്ടിപ്പറിച്ചു വാങ്ങി. എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കി നിന്റെ ഇഷ്ടം പോലെ. നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ കാണൂല. ഇതും പറഞ്ഞ് അവൻ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ആ സംഭവബഹുലമായ ദിവസം അവസാനിച്ചിട്ട് അടുത്ത ദിവസമായി. നമ്മളെ നായികയാണെങ്കിലോ പതിവ് പോലെ ഓഫീസിലേക്ക് ഒരുങ്ങി കെട്ടി പോയിട്ടുണ്ട്. പക്ഷെ ഓഫീസിലാണെങ്കിലോ ഇന്നലെ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ ഒരു ലക്ഷണം പോലും അവിടെ കാണാനുണ്ടായിരുന്നില്ല. നമ്മളെ ബോണി എല്ലാ കോർണറുകളും കണ്ണിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചതിന്റെ എവിഡൻസോ ആർക്കും ഒരു സംശയമോ അങ്ങനെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന്. ബോണി അവളോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ റോങ് ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നലെ ഒരാൾ മരിച്ചിട്ട് ഇവിടെ ഒന്നും നടക്കാത്ത പോലെ, അതും എനിക്ക് നല്ല കമ്പനി ഉണ്ടായിരുന്ന ഒരാൾ. ഇങ്ങനെ കുറേ ചിന്തകളിൽ മുഴുങ്ങിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വെസ്ലി വന്നിട്ട് അവളെ ഞെട്ടി ഉണർത്തുന്നത്. എടി, നീ ആ ആഡംസിന്റെ ഫയൽ കണ്ടോ? ഞാൻ മറന്നിട്ട് ഇന്നലെ നിന്റെ ടേബിളിൽ വെച്ച് പോയി. അതെങ്ങനെ പോയ? എന്റെ പണി പോയതാ. ഇതാ ഇവിടെ ഉണ്ട്. ഞാനത് ഇന്നലെ എടുത്തു വെച്ചിരുന്നു. എനിക്ക് തോന്നി നീ ഇവിടെ മറന്നു വെച്ചതാവുന്ന്.
ഓ താങ്ക്സ് ബോണി, നീ ശരിക്കും എന്റെ ജീവ രക്ഷിച്ചു. ആ പിന്നെ ഇന്നലെ എന്നെ ഹെൽപ്പ് ചെയ്തതിന് നല്ല താങ്ക്സ് ഉണ്ട് കേട്ടോ. നിനക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? ആ ടിമ്മ് കുറേ കാലമായി ജോലിക്ക് വന്നിട്ട് കുറേ ലോഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഹെൽപ്പ് ചോദിച്ചത്. ഏയ് അതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞാൻ മാനേജ് ചെയ്തു. അവളിങ്ങനെ പറഞ്ഞെങ്കിലും ഇന്നലത്തെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തലയിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. നോക്ക്, ഇന്ന് ഡിന്നർ ഞാൻ ഇന്റെ വക വാങ്ങിത്തരാം, ഒരു ചെറിയ ട്രീറ്റ് ആയിട്ട് ഇന്നലെ എന്നെ ഹെൽപ്പ് ചെയ്തേന്. പിന്നെ അത് മാത്രല്ല, ചെറിയൊരു സെലിബ്രേഷനും കൂടി. സെലിബ്രേഷനോ? എന്താ ഇപ്പൊ ഇത്ര സെലിബ്രേറ്റ് ചെയ്യാനെന്നുള്ള രീതിയിൽ അവള് ചോദിച്ചു. ആ അതെ, എനിക്കൊരു ചെറിയ പ്രൊമോഷൻ കിട്ടി, വളരെ സന്തോഷത്തോടു കൂടി വെസ്ലി പറഞ്ഞു. ആ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇനി ആഡംസിന്റെ അക്കൗണ്ട് എന്നോട് നോക്കാനാണ് ഹയർ അതോറിറ്റി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഹയർ അതോറിറ്റീസ് മിസ്റ്റർ ആഡംസിന്റെ കേസ് ജൂനിയർ അക്കൗണ്ടൻസിനെ കൊണ്ട് എടുപ്പിക്കലില്ലല്ലോ. വളരെ ഇമ്പോർട്ടന്റും പവർഫുള്ളും ആയിട്ടുള്ള ഒരു ക്ലയന്റ് ആണ് മിസ്റ്റർ ആഡംസ്. അങ്ങനെ ഒരു ക്ലയന്റിന്റെ അക്കൗണ്ട് എന്തിന് ജൂനിയർ ആയിട്ടുള്ള വെസ്ലിക്ക് കൊടുക്കണം? ഒരു ഡൗട്ടിൽ അവൾ ചോദിച്ചു. ആ അതെ, വല്ലാത്തൊരു ലെക്ക് തന്നെ പറയാം. ഞാൻ പറഞ്ഞില്ലേ ടിമ്മിന്റെ കാര്യം, കുറെ കാലമായിട്ട് ടിമ്മ് ജോലിയിലൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്നു. കുറെ വാണിംഗ് കിട്ടുകയും ചെയ്തു. എന്തായാലും ഇന്നലെയും കൂടി വരാത്തതായപ്പോത്തിന് ഹയർ അതോറിറ്റീസിന് മടുത്തു. എന്തായാലും ആ കേസ് എനിക്കും കിട്ടുകയും ചെയ്തു. എന്തായാലും ഇപ്പൊ ഞാനാണ് ഇവിടുത്തെ ലീഡ് അക്കൗണ്ടന്റ്. പിന്നെ അത് മാത്രല്ല, നിനക്കുണ്ട് ഒരു സന്തോഷ വാർത്ത. എന്നോട് അസിസ്റ്റന്റ് ആയിട്ട് ഒരാളെയും കൂടി എടുക്കാൻ പറഞ്ഞു. ഞാൻ ആരെ പേരാ പറഞ്ഞേ? നിന്റെ. നമ്മൾ രണ്ടുപേരും ഒരേ ടൈമിലല്ലേ ഇവിടെ ഇന്റേൺസ് ആയി തുടങ്ങിയേ, അതുകൊണ്ടാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞേ. നമുക്ക് രണ്ടുപേർക്കും ഒരേ ടൈമിൽ പ്രൊമോഷൻ കിട്ടിയാൽ നല്ലതല്ലേ? വെസ്ലി പറയുന്നത് കേട്ടിട്ട് സന്തോഷത്തെക്കാളും കൂടുതൽ പേടിയാണ് ബോണിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ക്ലെയർ പറയണ അനുസരിച്ചിട്ട് ഈ മിസ്റ്റർ ആഡംസ് ഭയങ്കര ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളാ. അയാൾക്ക് വേണ്ടത് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്തെങ്കിലും തെറ്റായി സംഭവിച്ചാൽ വെസ്ലി അയാൾ ഇല്ലാതാക്കാൻ പോലും ചാൻസ് ഉണ്ട്. ഇതൊക്കെ ആലോചിച്ചിട്ട് ബോണിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. വെസ്ലിയെ 2-3 കോവർക്കേഴ്സ് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നീ ഇവരോട് സംസാരിച്ചിരിക്കും, എനിക്ക് ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബോണി പോവാണ്. ഇനി എന്തായാലും ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ക്ലെയർ പറഞ്ഞ ആ കാര്യം അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. തീരെ ആലോചിക്കാതെയാണ് താൻ ഈ ഡിസിഷൻ എടുക്കുന്നതെന്ന് ബോണിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഞാൻ ഇനിയും ഇത് ചെയ്തില്ലെങ്കിൽ വെസ്ലി കൂടി ഇതിൽ അകപ്പെട്ടു പോകും. ഹലോ ക്ലെയർ, ഞാൻ റെഡിയാണ്. പിന്നെ ഒന്നും ചിന്തിക്കാതെ നേരെ ക്ലെയറിനെ വിളിച്ച് ബോണി പറഞ്ഞു. ഓ ബോണി, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. നീ വിളിക്കുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്ര നേരത്തെ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ നമ്മുടെ ചാപ്റ്റർ 4 അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. ഇഷ്ടമായ എല്ലാവരും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ.